വേൾഡ് കപ്പിലെ പോർച്ചുഗലിന്റെ ആദ്യത്തെ മത്സരം പോർച്ചുഗൽ കോങ്കോ മത്സരം 1-1 സമനിലയിൽ അവസാനിച്ചു. അപ്പൊ ഈ മത്സരത്തിലെ മൂന്നേ മൂന്ന് പോയിന്റ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ അറ്റ്ലീസ്റ്റ് ഒരു പോയിന്റ് എങ്കിലും കേട്ടിട്ട് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ അരയും മുറിയും കേട്ടിട്ട് എന്നെ തെറിപ്പിക്കരുത്. ആദ്യമേ പറയുവാണ്, ഞാൻ ഇട്ട ഒരു ഷോർട്ട് വീഡിയോ അതിൽ എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ട്. ആ വീഡിയോ ഫുള്ള് കണ്ടവർക്ക് അറിയാം എന്താണ് ഞാൻ ഉദ്ദേശിച്ചതെന്നത്. അപ്പോൾ തുടങ്ങാം. കോങ്കോ പോർച്ചുഗൽ മത്സരത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, ചില ആളുകൾ ഈ ഒരു മാച്ചിനെ സ്പെയിൻ കേപ്പ് വെർദെ മത്സരമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. രണ്ട് മത്സരമായിട്ടുള്ള ഒരു ഒറ്റ സിമിലാരിറ്റി എന്ന് പറയുന്നത്, ഈ രണ്ട് മത്സരത്തിലും ഇപ്പൊ പോർച്ചുഗൽ ആയാലും സ്പെയിൻ ആയാലും 750 പാസിന് മുകളിൽ ചെയ്തിട്ടുണ്ട് എന്നതാണ്. അല്ലാതെ വേറെ ഒരു ബന്ധവും ഇല്ല ഉള്ളത് പറയാലോ. ഈ കേപ്പ് വെർദെ ഭയങ്കര ഡിഫെൻസീവ് ആയിട്ട് കളിച്ചിരുന്ന ടീമാണ്. ഭയങ്കര ഡിഫെൻസീവ് ആയിട്ട് അവിടെ അവർക്ക് സ്പേസ് കണ്ടെത്താനേ പറ്റുന്നില്ലായിരുന്നു. അതിന്റെ ഇടയിൽ കൂടെ കയറി പോകാനേ പറ്റുന്നില്ലായിരുന്നു. അവർക്ക് ആകെ ആ ഒരു സറൗണ്ടിങ്ങിൽ കുറെ പാസ് ചെയ്യാനല്ലാതെ ബോക്സിനകത്ത് ഫൈനൽ തേർഡിൽ അകത്ത് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ പോർച്ചുഗൽ എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു, പക്ഷെ ഒരു പ്രയോജനം ഇല്ലാതെ പോയി എന്നതാണ് ഇവിടത്തെ റിയാലിറ്റി എന്ന് പറയുന്നത്. അത് മാത്രമല്ല, കേപ്പ് വെർദെക്കാട്ടിലും കിടിലനായിട്ട് കോങ്കോ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് എന്നത് എടുത്തു പറയേണ്ട സംഭവമാണ്. അവരുടെ ഫോർവേഡ് കളിച്ചിരുന്ന പ്ലേയേഴ്സൊക്കെ അടിച്ചിരുന്ന ഷൂട്ടൊക്കെ ഗോൾ ആകുമോ എന്ന് തോന്നിപ്പോകും. അതുപോലത്തെ സാധനങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് എന്നതാണ്. ഇനി റൊണാൾഡോയെ കുറിച്ച് പറയാം. അതായത് നിങ്ങൾ റൊണാൾഡോയെ കൊണ്ട് ഉദ്ദേശിച്ചത് എന്താ? റൊണാൾഡോ 90 മിനിറ്റ് നിങ്ങൾ കളിപ്പിച്ചു. എന്തിനാണ് കളിപ്പിച്ചത്? എന്തിനാണ് റൊണാൾഡോ ആ ഒരു പൊസിഷനിൽ ഉപയോഗിച്ചത്? ഇതാണ് എനിക്ക് ചോദിക്കേണ്ട ചോദ്യം. അതായത് ആൾക്ക് 41 വയസ്സുണ്ട്. റൊണാൾഡോയെ കൊണ്ട് കുറെ കാര്യങ്ങൾ പറ്റത്തില്ലടേ. റിയാലിറ്റി അതാണ്. പണ്ട് നമ്മൾ കണ്ടിരുന്ന പോലെ അല്ല. ആൾക്ക് പഴയ പോലെ ഓടാൻ പറ്റത്തില്ല. ആൾക്ക് പഴയ പോലെ ഡ്രിബിളിങ് പറ്റത്തില്ല. സ്കില്ല് പറ്റത്തില്ല. അതുപോലെ തന്നെ ചാൻസസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ആൾക്ക് വിങ്ങിലോട്ട് പോയിട്ട് ഇല്ലെങ്കിൽ ഡീപ്പായിട്ട് ഇറങ്ങി വന്നിട്ടോ കളിക്കാൻ പറ്റത്തില്ല. ആള് പകുതി സമയം ആ ഓഫ് സൈഡ് ആ ഒരു പൊസിഷനിലായിരുന്നു. അവര് കയറുമ്പോൾ ഓഫ് സൈഡ് ആ ഒരു പൊസിഷനിലായിരുന്നു ആള്. കാരണം എന്താ, ആൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം എന്ന് പറയുന്നത് ഗോൾ അടിക്കുക എന്നതാണ്. പോർച്ചുഗൽ ഈ ഒരു മത്സരത്തിൽ 90 മിനിറ്റ് റൊണാൾഡോ കളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ. പോർച്ചുഗലിലെ മറ്റ് ഏത് പ്ലെയറിനെക്കാട്ടിലും, നിങ്ങൾ ഡിഫൻഡർ ആകാം, മിഡ് ആകാം, വിങ്ങി കളിക്കുന്നവനാകാം, ആരും ആകാം, എല്ലാവരെക്കാട്ടിലും പ്രോപ്പറായിട്ട് റൊണാൾഡോയ്ക്ക് ഗോൾ അടിക്കാൻ പറ്റും. ഏത് ആംഗിളിൽ നിന്ന് അങ്ങർക്ക് ഷൂട്ട് അടിക്കാൻ പറ്റും. ഓൺ ടാർഗറ്റിലേക്ക് ഗോളാക്കാൻ പറ്റും. കിടിലൻ ഹെഡറും ചെയ്യാൻ പറ്റും. അതിലൊരു സംശയം വേണ്ട. ലോകത്തെ ഏറ്റവും ബെസ്റ്റ് ഹെഡർ ചെയ്യുന്ന പ്ലെയർ ആരാ? റൊണാൾഡോ ആണ്, അല്ലേ? ഏറ്റവും കൂടുതൽ ഹെഡർ ഗോൾ നേടിയിട്ടുള്ള ആരാ? അതും റൊണാൾഡോ ആണ്. പക്ഷേ എത്ര ബോൾ ഹെഡറിന് കണക്കായിട്ട് നിങ്ങൾ വെച്ചു കൊടുത്തു? ഇതാണ് എൻ്റെ ചോദ്യം. ലോകോത്തര നിലവാരമുള്ള മിഡ്ഫീൽഡ് ഉണ്ട്. വിറ്റീഞ്ഞ, ജാവോ നവാസ്, ബ്രൂണോ ഫെർണാണ്ടസ്, ഇത്രയും മികച്ച മിഡ്ഫീൽഡും വിങ്ങി കളിച്ചിരുന്ന പ്ലേയേഴ്സൊക്കെ വേറെ ലെവൽ പ്ലേയേഴ്സാണ്. എന്നിട്ട് എത്ര പാസ്, എത്ര ഒരു ക്രോസുകൾ നിങ്ങൾ ചെയ്ത് റൊണാൾഡോയ്ക്ക് ഹെഡിന് കണക്കായിട്ട് എത്ര ബോൾ നൽകി? റൊണാൾഡോ നിങ്ങൾ കളിപ്പിക്കുന്നത് ആള് ഇറങ്ങി വന്ന് ബോൾ എടുത്ത് കളിക്കും അങ്ങനെ വിചാരിച്ചിട്ടാണോ? അല്ലല്ലോ. ആളെ ഒരു ടാർഗറ്റ് മാൻ ആയിട്ടല്ലേ കളിപ്പിക്കുന്നത്. ആ ടാർഗറ്റ് മാനിലേക്ക് ബോൾ എത്തിക്കുക എന്ന് പറയുന്നതാണ് ക്രിയേറ്റിവിറ്റി. ചാൻസ് ക്രിയേഷൻ എന്ന് പറയുമ്പോൾ എന്താ, വിങ്ങിലോട്ട് ബോൾ കൊടുക്കുന്നതാണോ? അല്ല, ആ ഒരു ടാർഗറ്റ് മാനിലേക്ക് ബോൾ എത്തിക്കുക, അതാണ് ചാൻസ് ക്രിയേഷൻ. അല്ലാതെ നിങ്ങൾ കുറെ പാസ് ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. ചാൻസ് ക്രിയേഷൻ എന്ന് പറയുന്ന സംഭവം അതാണ്. റൊണാൾഡോയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. റൊണാൾഡോയുടെ ലിമിറ്റേഷൻ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? നിങ്ങൾ ഇത്രയും ദിവസമായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ കളിക്കുന്നതല്ലേ. ആൾക്ക് പ്രായമായി, ആൾക്ക് പണ്ട് ചെയ്യുന്ന പോലത്തെ പരിപാടി ചെയ്യാൻ പറ്റൂല. ആൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ? സ്കോറിങ്. ഒരു 3 ചാൻസ് കിട്ടി അങ്ങനെ ഒരെണ്ണം ഗോളാക്കും. ഇപ്പോഴും ആക്കും, അതിലൊരു സംശയമില്ല. പക്ഷെ അങ്ങനത്തെ ചാൻസ് ഉണ്ടാക്കി കൊടുക്കൂ. എനിക്കതാണ് പറയാനുള്ളത്. ഇനി കുറെ പേര് പറയും എല്ലാം ഉരുട്ടി കൊടുക്കണം. എനിക്ക് ആ ഒരു കമന്റ് ബോക്സിൽ വന്നിട്ടുള്ള കമന്റിൽ എല്ലാം ഉരുട്ടി കൊടുക്കണം. ആൾക്ക് ഉരുട്ടി കൊടുക്കണം. ആൾ സെന്റർ ഫോർവേഡ് ആണ്. ആളുടെ ജോലി എന്ന് പറയുന്നത് ഗോളടിയാണ്. ഗോളടി മാത്രമാണ് ആളുടെ ജോലി. അതിനുവേണ്ടി മാത്രമാണ് ആളെ കളിപ്പിക്കുന്നത്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ബോൾ കറക്റ്റാ കൊടുക്കുക. കളിയുടെ അവസാന നിമിഷം അതായത് ഇഞ്ചുറി ടൈം, 5 മിനിറ്റ് ഇഞ്ചുറി ടൈം ഉണ്ടായിരുന്നു. അവിടെ ഒരു കോർണർ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു കോർണറിന്റെ സമയത്ത് റൊണാൾഡോ ആ ഒരു കീപ്പറിന്റെ ഇപ്പർ സൈഡ് നിന്നിട്ട്, അതായത് അവിടെ നിന്നാണ് കോർണർ വരുന്നതെങ്കിൽ കീപ്പർ ഇവിടെ ഇപ്പർ സൈഡ് റൊണാൾഡോ നിന്നിട്ട് കൈപൊക്കി കാണിക്കുന്നുണ്ട് 1. എന്താ അതിനർത്ഥം? എന്താ 1 കാണിച്ചു കഴിഞ്ഞാൽ അർത്ഥം എന്താ? എനിക്ക് ഇവിടെ ഇരുന്ന് എനിക്ക് മനസ്സിലായിട്ട് ആ ഫസ്റ്റ് പോസ്റ്റിലോട്ട് കൊടുക്കാനാണ് പറയുന്നത്. ഞാൻ നോക്കുമ്പോൾ റൊണാൾഡോ ഫസ്റ്റ് പോസ്റ്റിലോട്ട് ഓടുകയും കാണിച്ചു. പക്ഷെ ആ ബോൾ പോകുന്ന അവിടെ നിന്നാണ് സെക്കൻഡ് പോസ്റ്റ്. ഈ ഗെയിം മൊത്തം അങ്ങനെയായിരുന്നു. റൊണാൾഡോ റൈറ്റിലോട്ട് കാണിച്ചു കഴിഞ്ഞാൽ ഇമാര് ലെഫ്റ്റ് പാസ് ചെയ്യും,
ലെഫ്റ്റിലോട്ട് കാണിച്ചു കഴിഞ്ഞാൽ റൈറ്റിൽ പാസ് ചെയ്യും. എന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ? ഇല്ലെങ്കിൽ കളിപ്പിക്കരുത്. അങ്ങനെ എന്തിനാണ് ഇങ്ങനെ കളിപ്പിക്കാനാണെങ്കിൽ അങ്ങനെ എന്തിനാണ് കളിപ്പിക്കുന്നത്? നമുക്ക് സങ്കടം തോന്നൂടെ? ആളെ ചുമ്മാ കൊണ്ടങ്ങ് ഫ്രണ്ടിൽ നിർത്തിയിരിക്കുക. ആളുടെ ഓഫ് ദ ബോൾ മൂവ്മെന്റ്, ആളുടെ പ്രോപ്പറായിട്ട് ഫുട്ബോൾ അറിയുന്നവർക്കാണെങ്കിൽ ഈ ഓഫ് ദ ബോൾ മൂവ്മെന്റ് കണ്ടാൽ മനസ്സിലാവും. ആളുടെ ഓഫ് ദ ബോൾ മൂവ്മെന്റ് കിടിലനാണ്. ഞാനൊരു അറ്റാക്കിംഗ് മിഡും അതുപോലെ തന്നെ സെന്റർ ഫോർവേഡായിട്ട് കളിച്ചിരുന്ന പ്ലെയറാണ്. വിങ്ങിലൊക്കെ ഞാൻ കളിച്ചിട്ടുണ്ട്. പക്ഷെ ഈ രണ്ട് പൊസിഷനിലാണ് ഞാൻ കളിച്ചിരുന്ന സമയത്ത് കളിച്ചിരുന്നത്. അപ്പോൾ ഒരു ഓഫ് ദ ബോൾ മൂവ്മെന്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. ആളുടെ ഓഫ് ദ ബോൾ മൂവ്മെന്റ് ഇപ്പോഴും പൊളിയാണ്, കിടിലനായിട്ട് ആൾ ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ബോൾ എത്തിച്ചു നൽകണം. ബ്രൂണോ ഫെർണാണ്ടസ് ഒക്കെ എന്തിനാണ് ആള് ഒരു പ്ലേ മേക്കറാണ്. ബ്രൂണോ ഫെർണാണ്ടസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേണ്ടി കിടിലൻ കളി കളിച്ചു. ഈ ഒരു പ്രീമിയർ ലീഗിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് ഒരു സിംഗിൾ സീസണിൽ കൊടുത്ത പ്ലെയറാണ് കഴിഞ്ഞ സീസണിൽ. പക്ഷെ ഇവിടെ വരുമ്പോൾ ബ്രൂണോ ഫെർണാണ്ടസ്, റൊണാൾഡോ ഒഴികെ ബാക്കി എല്ലാവരും അദ്ദേഹത്തിന്റെ കണ്ണിൽ കാണുന്നുണ്ട്. ഞാൻ അങ്ങനെ തന്നെ പറയും. അതായത് നിങ്ങൾ കഴിഞ്ഞ വേൾഡ് കപ്പ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ, കഴിഞ്ഞ യൂറോയെ അതിന് മുമ്പത്തെ യൂറോയും വേൾഡ് കപ്പ് എല്ലാം കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കണ്ടാകും. ബ്രൂണോ ഫെർണാണ്ടസിന് റൊണാൾഡോയെ കണ്ണിൽ കാണൂല. ആള് റൊണാൾഡോ ഒഴികെ ബാക്കി എല്ലാവർക്കും ആൾ പാസ് ചെയ്യും. ബോക്സിനകത്ത് റൊണാൾഡോയ്ക്ക് ഒരു ബോൾ വെച്ച് കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് ഭയങ്കര പാടാണ്. ഈ വിറ്റീനയും ജാവോ നെവസിനെയും ഞാൻ വലുതായിട്ടൊന്നും പറയത്തില്ല. കാരണം അവരുടെ റോള് എന്ന് പറയുന്നത് അവർ ആ ഒരു ഡിഫൻസിൽ ആ ഒരു ഡബിൾ പിവോട്ട് ആയിട്ടാണ് കളിക്കുന്നത്. അവരുടെ റോൾ അവർ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഈ ബ്രൂണോ ഫെർണാണ്ടസ്, ബെർണാഡോ സിൽവ എന്താ ചെയ്ത് ഫസ്റ്റ് ഹാഫില്? ബെർണാഡോ സിൽവയെ മാറ്റിയിട്ട് സെക്കൻഡ് ഹാഫിൽ തന്നെ മറ്റേ ഈ ഫ്രാൻസിസ്കോ കോൺസിസ ആളെ കൊണ്ടുവന്നു. ഫ്രാൻസിസ്കോ കോൺസിസയെ 23 വയസ്സാണ്. കോൺസിസ ഒരു കിടിലൻ ബോള് ഈ റൊണാൾഡോയ്ക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു മാച്ചിൽ മൊത്തത്തിൽ നമ്മൾ മിസ് ചെയ്ത സംഭവം അതാണ്. ബെർണാഡോ സിൽവ അടുത്ത മാച്ച് കളിപ്പിക്കണ്ട, നിങ്ങൾ ഈ കോൺസിസയെ കളിപ്പിക്കുക. ആൾക്ക് 23 വയസ്സാണ്. ആൾക്കറിയാം, അറിയാലോ 23 വയസ്സെന്ന് പറയുമ്പോൾ എന്റെയൊക്കെ പ്രായമായിട്ട് വരും. അപ്പോൾ എന്താ, റൊണാൾഡോ കണ്ടിട്ടുള്ള ആളാണ്. അതായത് ചെറുപ്പം മുതലേ റൊണാൾഡോ ഇഷ്ടപ്പെട്ട അങ്ങനത്തെ പ്ലെയറാണ്. അപ്പോൾ ഈസിയാണ്. ഈ മറ്റു പ്ലേയേഴ്സ് എന്ന് പറയുന്നതെല്ലാം 30 വയസ്സ് 29 വയസ്സ് 25 വയസ്സ് ആ മേഖലയിലുള്ള പ്ലേയേഴ്സ് എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ച് ഈ ഒരു പരിപാടി നടക്കൂല. അവര് കിടിലൻ പ്ലേയേഴ്സ് അല്ലേ, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റാണ് അവർക്ക്. അങ്ങനത്തെ മൈൻഡ് സെറ്റിലാണ് അവർ കളിക്കുന്നത്. എന്താ പറയാ നോക്കിക്കേ. അതായത് ആളെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നിങ്ങൾ ഇപ്പോൾ മറ്റു ടീമുകൾ നെയ്മർ ആയാലും ഇപ്പോൾ മെസ്സി ആയാലും അവരെ ഉപയോഗിക്കുന്ന പോലെയല്ല. അവര് ഇറങ്ങി കളിക്കും. അവർ പ്ലേ മേക്കേഴ്സ് ആണ്. അവർ സെന്റർ ഫോർവേഡ് ടാർഗറ്റ് മാൻ അല്ല. ഇവിടെ റൊണാൾഡോ ടാർഗറ്റ് മാൻ ആണ്. റൊണാൾഡോ ഇറങ്ങി കളിക്കുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. കുറെ പേര് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, റൊണാൾഡോ ബിൽഡപ്പ് ചെയ്തില്ല, റൊണാൾഡോ ഇറങ്ങി വന്നില്ല, റൊണാൾഡോ ലെഫ്റ്റിൽ പോയില്ല, റൈറ്റിൽ പോയില്ല. അങ്ങേര് സെന്റർ ഫോർവേഡ് ആണ്, അങ്ങേര് ടാർഗറ്റ് മാൻ ആണ്. അങ്ങേർക്ക് ബോൾ എത്തിക്കുക എന്ന് പറയുന്നതാണ് ബാക്കി പ്ലേയേഴ്സിന്റെ ജോലി. സെന്റർ ഫോർവേഡിന് ബോൾ എത്തിക്കുക, അതാണ് ജോലി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ റൊണാൾഡോയേക്കാൾ മികച്ചൊരു ഗോൾ സ്കോററും ഗോൾ എബിലിറ്റി ഉള്ള, അതായത് സ്കോറിംഗ് എബിലിറ്റി ഉള്ള പ്ലെയർ ആരാ ഉള്ള ആ ടീമില്? അതില്ല അവിടെ. അപ്പൊ അവിടെ ബോൾ എത്തിക്കുക, ആ പ്ലെയറിന് ബോൾ എത്തിക്കുക എന്നതാണ് കോമൺ ആയിട്ട് ചെയ്യേണ്ട പരിപാടി. അത് ചെയ്തോ? ഇല്ല. എനിക്ക് തോന്നുന്നു ഒരു 3 ഷൂട്ട് എന്നാണ് അടിച്ചിട്ടുള്ളത്. അതിൽ ഒരെണ്ണം പോലും ഓൺ ടാർഗറ്റ് ഇല്ല. അതിൽ ക്ലിയർ കട്ട് ചാൻസ് എന്ന് പറയുന്നത് ഒരെണ്ണം ഉണ്ടായിരുന്നു, ആ ഒരു കോൺഫ്യൂസ് കൊടുത്ത ബോൾ. പക്ഷെ അത് ജസ്റ്റ് ആണ് അത് വെളിയിൽ പോകുന്നത്, അല്ലാതെ അത് വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ബാക്കി ഒന്നും തന്നെ ഒരു പ്രോപ്പറായിട്ട് ആൾക്ക് എത്തിച്ചിട്ടില്ല. ആള് ബോക്സിൽ തന്നെ ഫുൾ ടൈം ഫോക്കസ് ചെയ്ത് നിൽപ്പുണ്ട്. ആൾക്ക് ബോളെ കൊടുക്കുക, ആൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു ഏരിയൽ ബോൾ പോയിട്ടേ ഇല്ല ഈ മാച്ചിൽ. പ്രോപ്പറായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു ഹെഡർ എന്നുണ്ടായിരുന്നു. പക്ഷെ അത് പ്രോപ്പർ ബോളല്ല, കണ്ടാൽ അറിയാം. നിങ്ങൾ ഇത്രയും ലോകോത്തര മികച്ച പ്ലേയേഴ്സ് ഉണ്ടായിട്ട് എന്തുകൊണ്ട് ബോൾ പോകുന്നില്ല ആളിലേക്ക്? അതാണ് എനിക്ക് ആദ്യമേ പറയേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത്. ഈ ഒരു മാച്ചിൽ നല്ല പെർഫോമൻസ് നടത്തിയ പ്ലേയേഴ്സ് എന്ന് പറയുമ്പോൾ ജാവോ നെവസ് നന്നായിട്ട് കളിച്ചു. ആളുടെ റോൾ എന്ന് പറയുന്നത് ആ ഒരു മിഡ്ഫീൽഡിൽ, ആ ഒരു ഡീപ്പ് ലൈൻ മിഡ്ഫീൽഡിൽ കളിക്കുക എന്നതാണ്. ആൾ പൊളിയായിട്ട് കളിച്ചു, ഗോൾ നേടിയിട്ടുണ്ടായിരുന്നു. 6ാം മിനിറ്റിലെ ആ ഒരു ഗോള് ആൾ നേടിയ ഗോളാണ്. പിന്നെ വിറ്റീഞ്ഞയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വിറ്റീഞ്ഞയെ കളി 80 മിനിറ്റോ 75 മിനിറ്റോ ആകുന്ന സമയത്ത് വിറ്റീഞ്ഞ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് റാമോസിനെ കണ്ടുവന്നു. റാമോസ് സെന്റർ ഫോർവേഡ്. എന്തോന്നടേ അവിടെ ഉദ്ദേശിച്ചത് നിങ്ങൾ? എനിക്ക് മനസ്സിലാകുന്നില്ല. വിറ്റീഞ്ഞ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് റാമോസിനെ കൊണ്ടുവന്നതിലൂടെ എന്താണ് ഉദ്ദേശിച്ചത്? ഏത് രീതിയിലുള്ള ഒരു ഗെയിമാണ് അവിടെ ഉദ്ദേശിച്ചത്? ഫോർമേഷൻ ഫുള്ള് മാറ്റിയ 4-4-2 ആക്കിയ എന്തോ അത് ഒട്ടും വർക്കാകാത്ത സംഭവമാണ് അവസാനം ചെയ്ത പരിപാടി. വിറ്റീഞ്ഞ നന്നായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആളെ മാറ്റിയിട്ട് റാമോസിനെ കൊണ്ട് റാമോസ് അവിടെ കടന്ന് മെഴുകി.
പിന്നെ ബ്രൂണോ ഫെർണാണ്ടസിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബ്രൂണോ ഫെർണാണ്ടസ് വിറ്റീനിയും ജാവോ നെവസും ചെയ്ത പരിപാടി ചെയ്യാനാണെങ്കിൽ ബ്രൂണോ ഫെർണാണ്ടസിന്റെ കളിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതിനവിടെ വിറ്റീനിയും ജാവോ നെവസും ഉണ്ടല്ലോ, അവർ കളിച്ചോളൂ. ബ്രൂണോ ഫെർണാണ്ടസിന്റെ ജോലി ക്രിയേറ്റിവിറ്റിയാണ്. ക്രിയേറ്റിവിറ്റി മാത്രമില്ല, ബാക്കിയെല്ലാം ഉണ്ട്. ക്രിയേറ്റിവിറ്റി ഇല്ല, അത്രേ ഉള്ളൂ. അത് റൊണാൾഡോയ്ക്ക് ബോൾ എത്തിക്കുന്നില്ല, വിങ്ങിലോട്ട് പ്രോപ്പർ സപ്ലൈ ഇല്ല. ബാക്കി ഈ ഡിഫൻസീവിലായിട്ടുള്ള വന്ന് കളിക്കുന്ന പരിപാടി, ഇവര് മിഡ്ഫീൽഡേഴ്സ് ആയിട്ട് മാറി മാറി പാസ് ചെയ്യുന്ന പരിപാടി, ഇതൊക്കെ ആളുപൊളി. ആൾക്ക് 7.5 റേറ്റിംഗ് ഉണ്ട്, 7.8 റേറ്റിംഗ് ഉണ്ട്. പിന്നെ പെഡ്രോ നെറ്റോ ആള് പൊളിയാണ്. ആള് കൊടുത്ത ഒരു ക്രോസ് ആണ് ആ ഗോൾ ആയിട്ടുണ്ടായിരുന്നത്, ജാവോ നെവസിന്റെ 6-ാമത്തെ ഗോള്. അല്ലാതെ നിങ്ങൾ പെഡ്രോ നെറ്റോയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പോലും പെഡ്രോ നെറ്റോ റൊണാൾഡോ ഫോക്കസ് ചെയ്ത് ബോൾ എത്തിക്കുന്നത് ഞാൻ കണ്ടില്ല. ആള് അങ്ങോട്ട് ക്രോസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഇതാണ്, അതായത് ഒരു ഇത്രയും ലോകോത്തര മികച്ച നിലവാരമുള്ള ഒരു പ്ലെയർ, ഒരു കിഡിലൻ ഗോൾ സ്കോറർ ഉള്ളപ്പോൾ ആളിലേക്ക് ബോൾ എത്തിച്ച് നൽകുക എന്ന് പറയുന്നതാണ് മിഡ്ഫീൽഡേഴ്സിന്റെയും വിങ്ങേഴ്സിന്റെ ഒക്കെ ജോലി. കോമൺ ആയിട്ട് അതാണ് ജോലി. അതെത്തിച്ച് നൽകാതെ എങ്ങനെയാ ഗോൾ അടിക്കാൻ പറ്റുന്നത്? ജാവോ നെവസ് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഗോൾ അടിച്ചുകൊണ്ട് കൊള്ളാം. അല്ലാതിരുന്നെങ്കിൽ ഈ മാച്ചിൽ പോർച്ചുഗൽ ഗോൾ നേടില്ലായിരുന്നു. എങ്ങനെ നേടാനാ? ഈ ഒരു ഗെയിം വെച്ച് എങ്ങനെ നേടാനാ? കോങ്കോയെ കുറിച്ച് പറയുകയാണെങ്കിൽ, കോങ്കോ അവര് ഡിഫൻസീവായിട്ട് നന്നായിട്ട് കളിച്ചിരുന്നു. അതുപോലെ തന്നെ അറ്റാക്കിങ് വേറെ ലെവലിൽ കോങ്കോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഉള്ളത് പറയാല്, ആ കോങ്കോയുടെ ആകെ ബോൾ പൊസിഷൻ 25%. 75% ബോൾ പൊസിഷൻ ഉണ്ടായിരുന്നു പോർച്ചുഗലിന്. 25% ബോൾ പൊസിഷൻ വെച്ചിട്ട് ഒരു 249 പാസ്, അത്രയും പാസസ് വെച്ചിട്ട്, പാസിംഗ് ആക്യുറസി എന്ന് പറഞ്ഞാൽ 78ആണ്. ഇത് ഇത്രയും വെച്ചിട്ടാണ് കോങ്കോ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ മാച്ചിൽ ഒരു ബിഗ് ചാൻസ്, 8 ഷൂട്ട്, പോർച്ചുഗലിനെക്കാട്ടിലും ഷൂട്ട് അടിച്ചിട്ടുണ്ട്. ഓൺ ടാർഗറ്റിൽ 2 പോർച്ചുഗൽ ആകെ ഓൺ ടാർഗറ്റിൽ വെച്ച് എത്രയാണ്? 1 ആ ഒരു ഗോൾ, അതല്ലാതെ ഓൺ ടാർഗറ്റ് ഇല്ല. അതാണ് അവസ്ഥ. ഈ ഒരു മാച്ച് മൊത്തത്തിലുണ്ടായിരുന്ന അവസ്ഥ ഇതായിരുന്നു. ഇത് നമ്മൾ ഈ ഒരു സ്പെയിൻ മാച്ചായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ, സ്പെയിൻ ഓപ്പോസിറ്റ് കളിച്ചിരുന്ന ക്യാപ് വെർദയുടെ കീപ്പർ മരിച്ചു കളിച്ചു. അങ്ങനെ 40 വയസ്സുള്ള അങ്ങേര് 7 സേവ് എന്താ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. ഇവിടെ ഓൺ ടാർഗറ്റിലേക്ക് എത്തിക്കണമെങ്കിൽ ഫോർവേഡിന് ബോൾ കിട്ടണം അടിക്കാൻ കണക്കിന്. ഫോർവേഡ് അങ്ങനെ നിൽക്കുവാണ്, ആൾക്ക് ബോൾ ഇവർ എത്തിച്ചു നൽകുന്നില്ല. ഒന്നാമത്തെ. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഇവരുടെ 2 സെന്റർ ബാക്ക് ഉണ്ട്. 2 സെന്റർ ബാക്കിനും പോർച്ചുഗലിലേക്ക് ടിക്കറ്റ് എടുത്ത് പറഞ്ഞു വിട്ടേക്കുക. ഇത് രണ്ടും വെറും വേസ്റ്റാണ്. ഉള്ളത് പറയാലോ. ആ ഒരു ഡയസ് ഉണ്ടല്ലോ, അതായത് റൂബൻ ഡയസ് വരാതെ ഒരു കളി ഇമാര് വെച്ച് നടത്താൻ പറ്റൂല. ഈ 2 സെന്റർ ബാക്സിനെ വെച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റൂല. ഈ ഒരു ഗ്രൂപ്പിൽ ഒരു വീക്കർ ടീമാണ് ഈ കോങ്കോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പിലെ ഏറ്റവും സ്ട്രോങ്ങർ ടീം ഏതാ? കൊളംബിയയാണ്. ഉസ്ബെക്കിസ്ഥാൻ നല്ല ടീമാണ്. അവർ ഈ കോങ്കോയ്ക്ക് എനിക്ക് തോന്നുന്നു 46 റാങ്ക് എന്നാണ്. ഉസ്ബെക്കിസ്ഥാൻ 50 റാങ്കിലുള്ള ടീമാണ് ഫിഫ റാങ്കിങ്ങിൽ. മറ്റേത് 13 റാങ്കിലാണ് ഈ ഒരു കൊളംബിയ ഉള്ളത്, 13 16. അപ്പോൾ ഈ ഒരു റാങ്കിങ്ങിലുള്ള ടീമുകൾ ആയിട്ട് ഇനി കളി വരാനുണ്ട്. ഉസ്ബെക്കിസ്ഥാൻ നല്ല ഡിഫെൻസീവായിട്ട് കളിക്കുന്ന ടീമാണ്. അവരുമായിട്ട് എങ്ങനെ കളിക്കുമെന്ന് എനിക്കറിഞ്ഞൂടെ ഈ കളി വെച്ചിട്ട്. കൊളംബിയയുടെ ഗെയിം അതിലേക്ക് വരാം. അതായത് നിങ്ങൾക്ക് കൈയും കാലം ഒന്നും ഇല്ലേ? പോർച്ചുഗീസ് പ്ലേയേഴ്സിന് കൈയോ കാലോ ഒന്നും ഇല്ലേ? നിങ്ങൾക്ക് ഇടിച്ചും ഉന്തിയും കളിച്ചാൽ എന്താ പ്രശ്നം? അവസാനം 5-6 മിനിറ്റാണ് ഈ ഒരു ഇടിച്ചു ഉന്തി കളി വന്നത്. അതുവരെ ഇവരിങ്ങനെ മറ്റേ ഈ കൊച്ചു പിള്ളേർ കളിക്കുന്ന പോലെ ഇങ്ങനെ ഒതുങ്ങി. അവന്മാർ കോങ്കോയിലുള്ള പ്ലേയേഴ്സ് ഇടിച്ച് ഉന്തി കുത്തി കളിക്കുന്നു, നല്ല റഫായിട്ട് കളിക്കുന്നു. നിങ്ങൾക്ക് എന്താ പറ്റാത്ത? ഈ ഇടയ്ക്ക് ഒരു ഫ്രണ്ട്ലി മാച്ച് കളിച്ചില്ലേ മറ്റേ ചിലിയായിട്ട്, അടിയൊക്കെ നടന്ന മറ്റേ ഫ്രണ്ട്ലി മാച്ച് ആണോ എന്നൊക്കെ എല്ലാവരും ചോദിക്കുന്ന സംഭവം. ചിലി ആ ഒരു ഈ ലാറ്റിൻ അമേരിക്കൻ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ 10ാം സ്ഥാനം. മൊത്തം 10 ടീമേ ഉള്ളൂ. അതിൽ 10ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത ടീമാണ്. 18 കളിയിൽ എനിക്ക് തോന്നുന്നു 2 കളിയിൽ നിന്നാണ് അവർ ജയിച്ചിരുന്നത്. ആ ടീമിനെതിരെ കളിച്ചിരുന്ന സമയത്ത് ഫിസിക്കാലിറ്റി എന്താണെന്ന് കണ്ടല്ലോ. ഈ കൊളംബിയ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു 2ാം സ്ഥാനത്തോ 3ാം സ്ഥാനത്തോ എന്തോ ഫിനിഷ് ചെയ്ത ടീമാണ് ആ ഒരു വേൾഡ് കപ്പ് ക്വാളിഫയറിൽ. കൊളംബിയ നല്ല ഫിസിക്കൽ ഗെയിം കളിക്കും. അവിടെ പോയിട്ട് ഇതുപോലെ ഇങ്ങനെ തടവി നിന്ന് കഴിഞ്ഞാൽ ഒന്നും നടക്കൂല. നിങ്ങൾ ഫിസിക്കൽ ഗെയിം കളി, നിങ്ങളുടെ നല്ല ഫിസിക്കൽ പ്ലേയേഴ്സ് ഉണ്ട്, നല്ല ഫിസിക്കൽ എബിലിറ്റി ഉള്ള പ്ലേയേഴ്സ് ഉണ്ട്. ആ കോൺഫ്യൂസൊക്കെ അവസാനം എത്ര നന്നായിട്ടാണ് ഫിസിക്കലായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ചുമ്മാ, അതായത് ഈ അപ്പുറത്ത് കളിക്കുന്ന ടീം ഏതൊരു കൊച്ചു ടീമാണ്, അവർക്കെതിരെ ഇങ്ങനെ കളിച്ചാൽ മതി എന്നൊരു മെന്റാലിറ്റിയിൽ കളിച്ചതാണ് ഈ ഒരു മൊത്തം പ്രശ്നത്തിന് കാരണം. നിങ്ങൾ ഫിസിക്കലി കളിക്കൂ. ഈ കൊളംബിയക്കെതിരെ എങ്ങനെ കളിക്കും? ഈ ഒരു ഗെയിം വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ, അതായത് ഗെയിമൊക്കെ ഓക്കെയാണ്, പക്ഷേ ഈ ഫിസിക്കാലിറ്റി വന്നില്ലെങ്കിൽ കൊളംബിയ ഏറിക്കയറ്റും. എനിക്കത് കൊളംബിയ നല്ല ഫിസിക്കലി കളിക്കുന്ന ടീമാണ്. കൊളംബിയയുടെ ഗെയിമൊക്കെ കാണുന്നവർക്കറിയാം.
അവർ നല്ല ഇടിച്ച് കുത്തി കളിപ്പിക്കും. അങ്ങനെ കളിക്കുന്ന ടീമിൻ്റെ അടുത്ത് പോയിട്ട് ഈ ഒരു ഗെയിം വെച്ചിട്ട് ഒന്നും നടക്കില്ല. നിങ്ങൾ ഫിസിക്കലി കളിക്കും. അതാണ് എനിക്ക് ആദ്യമേ പറയാനുള്ള കാര്യം. പിന്നെ 2 സെന്റർ ബാക്കിൻ്റെ കാര്യം. പിന്നെ ലെഫ്റ്റ് ബാക്ക്, റൈറ്റ് ബാക്ക് കളിച്ച ജാവോ ക്യാൻസലോ എൻ്റെ ഫേവറേറ്റ് പ്ലെയറാണ്. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് വിങ് ബാക്ക് ഈ ഒരു ജാവോ ക്യാൻസലോ ആണ്. പക്ഷെ ജാവോ ക്യാൻസലോ ഇന്ന് എന്താ ചെയ്ത്? ഒന്നും ചെയ്തില്ല. അതാണ് റിയാലിറ്റി. അതാണ് ആൾക്ക് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നതാണ് റിയാലിറ്റി. മറുഭാഗത്ത് കളിക്കുന്നത് ഇതിലും വലിയ കോമഡിയാണ്. മറുഭാഗത്ത് ലെഫ്റ്റ് ബാക്കായിട്ട് കളിക്കുന്നത് നൂനോ മെൻഡസ് ഈ കറന്റ്ലി ലോകത്തെ ഏറ്റവും ബെസ്റ്റ് ലെഫ്റ്റ് ബാക്കാണ്. ആ ലെഫ്റ്റ് ബാക്കിന്റെ കളി ഇന്നലെ കാണുമായിരുന്നു. ഒരു ചാൻസ് ഉണ്ടായിരുന്നു. ഒരു കിടിലൻ ലോങ് ബോൾ കിട്ടും, അത് എടുത്ത് കീപ്പർ കഴിഞ്ഞിട്ട് നീ ഓർഡറാ. എനിക്ക് അതാണ് പറയാനുള്ളത്. ഫസ്റ്റ് ടച്ച് ചെയ്ത് സെക്കൻഡ് ടച്ചിൽ ഫിനിഷ് ചെയ്യേണ്ട സാധനത്തിനെ ഫസ്റ്റ് ടച്ച് ചെയ്ത് സെക്കൻഡ് ടച്ച് ചെയ്ത് നേരെ കീപ്പറിന്റെ അടുത്ത് മേടിച്ച് അവിടെ മറഞ്ഞു വീണ് എന്തൊക്കെയോ കാട്ടി. ഒരു ടച്ചിന് ശേഷം അടുത്ത് അടിക്കാൻ ശ്രമിക്കുക. ബോക്സിനകത്ത് എത്തിയല്ലോ, അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പരിപാടിയായിരുന്നു. അതും അങ്ങ് തൊലച്ചു കളഞ്ഞ്. അതായത് സത്യം പറഞ്ഞാൽ ഈസി ജയിക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണ് ഇത്. മറ്റേ കേപ്പ് വെർദെ പോലെ പങ്കരമായിട്ട് കഷ്ടപ്പെട്ട് സ്പെയിന് കഷ്ടപ്പെട്ട് കളിച്ചിട്ട് ചെയ്യാൻ പറ്റാത്ത പോലെ പറ്റിപ്പോയ സംഭവമല്ല. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈസി ആയിട്ട് ഓപ്പൺ ചാൻസസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അവരുടെ ഡിഫൻസ് അങ്ങനെ സോളിഡ് ആയിട്ടൊന്നും നിന്നിട്ടില്ല. ഈ ഒരു കോങ്കോയുടെ ഡിഫൻസ് അവരാകെ ചെയ്തത് ഫിസിക്കലി കളിച്ചു. അവർ കിട്ടുന്ന ചാൻസിൽ കൗണ്ടേഴ്സ് അവർ സെറ്റ് ചെയ്തു. അവരുടെ ആ ഒരു ഡിഫൻസ് പ്രോപ്പറായിട്ട് ലൈൻ കീപ്പ് ചെയ്ത് നിന്നു. ഇതല്ലാതെ അവിടെ ചെയ്തിട്ടില്ല ഒന്നും. അവിടെ നന്നായിട്ട് കട്ട് പാസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു, നന്നായിട്ട് ക്രോസസ് അടിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ഒരു ക്രോസ് വന്നു കഴിഞ്ഞാൽ അവിടെ ഏറ്റവും ബെസ്റ്റായിട്ട് ഹെഡർ ചെയ്യുന്ന റൊണാൾഡോ ആണ്, അല്ലെന്ന് പറയാൻ പറ്റുമോ? പക്ഷെ നിങ്ങൾ ക്രോസ് കൊടുക്കുന്നുണ്ടോ? ഇല്ല. നിങ്ങൾ അവിടെ ഇങ്ങോട്ട് ഉരുട്ടി അങ്ങോട്ട് ഉരുട്ടി കളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എവിടെ പാസ് ടാർഗറ്റ് മാനിലേക്ക് ബോൾ എത്തിക്കുക എന്ന് പറയുന്നതാണ് കോമൺ ആയിട്ട് ചെയ്യേണ്ട പരിപാടി. അത് ചെയ്തിട്ടില്ല. എടുത്തു പറയേണ്ട സംഭവമാണ്. ഇനി അടുത്ത മത്സരം ഞാൻ ഈ 3 പോയിന്റ് എനിക്ക് അതേ ഉള്ളൂ. ഒന്ന് റൊണാൾഡോയിലേക്ക് ബോളുകൾ എത്തിക്കുക. കാരണം അല്ലാതെ വേറെ അവിടെ സ്കോറേഴ്സ് ഇല്ല. നിങ്ങൾ ഇന്നലെ കൊച്ചി ടീമിനെതിരെ 8 ഗോൾ അടിച്ചു, 9 ഗോൾ അടിച്ചു. അങ്ങനെയല്ല. ഈ വേൾഡ് കപ്പ് വരുമ്പോൾ കൊച്ചി ടീം വലിയ ടീമൊന്നുമില്ല. അവിടെ പറഞ്ഞതെല്ലാം അമ്മ ജയിക്കാൻ വേണ്ടി വരത്തുള്ളൂ. രാജ്യത്തിന് വേണ്ടി മരിച്ചു കളിക്കാൻ പറഞ്ഞവരാണ് എല്ലാവരും. അതുകൊണ്ടാണ് ഈ ചെറിയ ടീമൊക്കെ വലിയ ടീമിനിട്ട് നല്ല കൊടുക്കുന്നത്. ആകെ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തത് റൊണാൾഡോയിലേക്ക് ബോളുകൾ എത്തിക്കുക, രണ്ടാമത്തത് ഫിസിക്കലി കളിക്കുക. നല്ല ഫിസിക്കലി കളിക്കുക. നിങ്ങൾക്ക് ഫിസിക്കലായിട്ട് കളിക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾ ചുമ്മാ മറ്റേ കൊച്ചു പിള്ളേർക്കെതിരെ മറ്റേ തട്ടലിൽ മുട്ടലാവും വീഴും ഇങ്ങനെ കളിക്കുന്ന പോലെയാണ് നിങ്ങൾ കളിക്കുന്നത്. മൂന്നാമത്തത് ഡിഫൻസിൽ കളിക്കുന്ന പ്ലേയേഴ്സ്, സെന്റർ ബാക്സ്, അതുങ്ങൾക്ക് അവിടെ എന്തെങ്കിലും ഒരു സംഭവം ചെയ്യണം. ഒന്നില്ലെങ്കിൽ അത് അവരെ മാറ്റി വേറെ ഓപ്ഷൻസ് നോക്കുക. അല്ലെങ്കിൽ എനിക്ക് അറിഞ്ഞൂടാ. റൂബൻ ഡയസ് ഒക്കെ തിരിച്ചു വരാതെ ഇതൊന്നും ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ലെഫ്റ്റ് ബാക്ക് റൈറ്റ് ബാക്കിലൊന്നും എനിക്ക് കുഴപ്പമൊന്നുമില്ല. അവർ അടുത്ത കളിയിൽ അവർ കളിച്ചോളും. ഈ കളി പോയെങ്കിൽ അടുത്ത കളിയിൽ അവർ കളിച്ചോളും. അത് വിടുക. പിന്നെ ഈ ബ്രൂണോ ഫെർണാണ്ടസിന്റെ ചാൻസ് ക്രിയേഷൻ, ആള് ചാൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നത് മാത്രമാണ് ആളുടെ ജോലി. അത് മാത്രം ആള് ചെയ്യുന്നില്ല, ബാക്കിയെല്ലാം ആള് ചെയ്തു. നന്നായിട്ട് കളിച്ചു വന്നിട്ട് നന്നായിട്ട് കളിച്ചു. പക്ഷെ ആളുടെ ജോലി എന്താ? ചാൻസ് ക്രിയേഷൻ. അത് ചെയ്തില്ല, ബാക്കിയെല്ലാം ചെയ്തു എന്ന് പറഞ്ഞിട്ടല്ല കാര്യമുണ്ട്. അപ്പൊ അതാണ് ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഞാൻ ഈ സ്പെയിൻ്റെ ഗെയിമുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയത് അതാണ്. കാരണം അവരും കുറെ പാസ് ചെയ്തു, ഇവരും കുറെ പാസ് ചെയ്തു. പക്ഷെ അവിടെ അവർക്ക് ചാൻസസ് ക്രിയേറ്റ് ചെയ്ത് അവർ ഓൺ ടാർഗറ്റിലേക്ക് വെച്ച ഷൂട്ടൊക്കെ അവർ കീപ്പർ തടുക്കുകയാണ് ചെയ്തത്. ഇവിടെ ഓൺ ടാർഗറ്റിലേക്ക് ആകെ വരണം. ഒരൊറ്റ ഷൂട്ട് ഓൺ ടാർഗറ്റിലേക്ക് അടിച്ചിട്ട് എങ്ങനെയാണ് ആ മാച്ചുമായിട്ട് കമ്പയർ ചെയ്യുന്നത്? അപ്പോൾ അതാണ് എനിക്ക് ഈ ഒരു മാച്ചിൽ തോന്നിയിട്ടുള്ള സംഭവം. ഓവറോൾ നോക്കുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ഇതൊരു നല്ല മാച്ച്, കിട്ടില്ല മാച്ച്, എക്സ്പീരിയൻസ് കിട്ടേണ്ട ഒരു മാച്ചാണ്. അതിനുള്ളതെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ആ ഒരു ഇംഗ്ലണ്ട് മാച്ചിനെ കുറിച്ച്, ഇംഗ്ലണ്ട് ക്രൊയേഷ്യ മാച്ച് സെറ്റ് മാച്ചായിരുന്നു, അതിനെക്കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി ഇത്രേ ഉള്ളൂ പറയാൻ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയുക. പിന്നെ ആദ്യം പറഞ്ഞ പോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ ബൈ വിത്ത് ഫുഡ് സ്റ്റാർ.